തിരുവനന്തപുരം വഞ്ചൂരിൽ ഫാർമസ്യൂട്ടിക്കൽ സ്ഥാപനത്തിൽ അതിക്രമിച്ച് കയറിയതിന് CPM ഏരിയ സെക്രട്ടറി ഒന്നാം പ്രതിയാക്കിയ കേസ്. CPM പാളയം ഏരിയ സെക്രട്ടറി വഞ്ചൂർ ബാബു, അഡ്വക്കേറ്റ് അനന്തു സുരേഷ് എന്നിവരെയും കണ്ടാലറിയാവുന്ന 15 പേരെയും പ്രതി ചേർത്താണ് കേസെടുത്തിരിക്കുന്നത്. സൗത്ത് പാർക്ക് ഗ്രൂപ്പിന്റെ പരാതിയിലാണ് വഞ്ചൂർ പോലീസിന്റെ നടപടി. ഞായറാഴ്ചയാണ് വഞ്ചൂർ പേട്ട റോഡിലെ ഫാർമസ്യൂട്ടിക്കൽ സ്ഥാപനത്തിൽ സംഘർഷമുണ്ടായത്. കോമ്പൗണ്ടിൽ പ്രവർത്തിക്കുന്ന എക്സൈസ് ഓഫീസ് CPM പ്രവർത്തകർ ആക്രമിച്ചതായും പരാതിയുണ്ട്. രാവിലെ കേൾക്കുന്നത് അവിടെ കുറച്ച് പേര് കടന്ന് കയറിയിരിക്കുന്നു, ഞങ്ങളുടെ സെക്യൂരിറ്റിയെ എടുത്ത് വെളിയിൽ കളഞ്ഞു, അയാളെ ഉപദ്രവിച്ച് വെളിയിലാക്കി, ഇവര് കയ്യേറി. ഇത് കേട്ടപാടെ നാച്ചുറലി ഞങ്ങളുടെ ആൾക്കാർ അവിടെ പോയി നോക്കി. നമുക്ക് കുറേ സെക്യൂരിറ്റി വിങ്സ് ഉണ്ട്, അവരൊക്കെ കൂടെ പോയി നോക്കിയപ്പോൾ അവിടുത്തെ അവസ്ഥ കുറച്ച് ഭീകരമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അറിയിക്കേണ്ടടുത്ത് അറിയിച്ചു. പോലീസ് വന്നു. പക്ഷേ അവർ വന്ന് രാവിലെ ഇവരെ കുറച്ച് വന്നവരെയൊക്കെ ഒന്ന് പുറത്തേക്കാക്കാൻ കഴിഞ്ഞു. വൈകുന്നേരം ആയപ്പോൾ ഇവർ വീണ്ടും 150 പേര് അവിടെ കടന്നു കയറി ആ ബിൽഡിംഗ് മുഴുവനും അലങ്കോലമാക്കി. ഞങ്ങളുടെ ഫയൽ ക്യാബിനറ്റ്സും എക്സൈസ് സ്ട്രോങ് റൂമും എല്ലാം കുത്തിപ്പൊട്ടിച്ച് ഫയലൊക്കെ എടുത്ത് ഇനിയിപ്പം ഞങ്ങൾക്ക് ചെന്ന് നോക്കുമ്പോഴേ അറിയാവുള്ളൂ എന്തൊക്കെയാണ് നാശനഷ്ടങ്ങളെന്ന്. ഇത് ഇത്രയും ഒരു നോവുന്ന ഒരു സംഭവം. ഞങ്ങൾ ഒരുപാട് എസ്റ്റാബ്ലിഷ്മെന്റ്സ് നടത്തുന്നവരാണ്. ഞങ്ങൾക്ക് ഇങ്ങനെയൊരു ദുരനുഭവം ഇന്ന് വരെ വന്നിട്ടില്ല. എന്നാൽ ഗുണ്ടകളെ ഇറക്കിയതും സ്ഥലം കയ്യേറിയതും സൗത്ത് പാർക്ക് മാനേജ്മെന്റ് ആണെന്നാണ് CPM ആരോപണം. സൗത്ത് പാർക്ക് ഗ്രൂപ്പ് തമിഴ്നാട് സ്വദേശിയിൽ നിന്ന് പാട്ടത്തിനെടുത്ത സ്ഥലത്തായിരുന്നു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി പ്രവർത്തിച്ചിരുന്നത്. ഉടമയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ ഇവിടെ എത്തിയതെന്നും അനധികൃതമായ സ്പിരിറ്റും കോടയും സൂക്ഷിച്ചിരുന്നതായും CPM ആരോപിക്കുന്നു. ഫാമിലി എല്ലാവരും കൂടെ പവർ ഓഫ് അറ്റോർണി കൊടുത്തുന്നുണ്ടതും പവർ ഓഫ് അറ്റോർണിയുടെ അടിസ്ഥാനത്തിൽ അത് ഹൈക്കോടതിയെ സമീപിച്ചെന്നും ഹൈക്കോടതി അത് ശരിയാണെന്ന് അംഗീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കളക്ടറേറ്റിൽ പോയി കളക്ടറേറ്റിൽ നിന്ന് റെക്കോർഡുകളെല്ലാം ശേഖരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവർ ഒടുക്കിയിട്ടുണ്ട്. ഇവരുടെ പേരിൽ ഒടുക്കിയിട്ടുണ്ട്. ഒടുക്കി കഴിഞ്ഞാൽ പിന്നെ ഇവരുടേതാണല്ലോ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതിനകത്ത് സ്പിരിറ്റ് അങ്ങനെയുള്ള തുടങ്ങിയുള്ള സാധനങ്ങൾ, കോട, ഈ ചാരായം പാറ്റാനുള്ള കോട തുടങ്ങിയ സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നതായി കാണുകയും അങ്ങനെ ഇവിടെ കുറച്ച് ആൾ കൂടുകയൊക്കെ ചെയ്ത അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനും വന്ന് നോക്കിയതൊക്കെ. അപ്പോൾ അത് എങ്ങനെ വന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് പുള്ളിക്ക് അറിയില്ല. കോടതി നിർദ്ദേശപ്രകാരം പോലീസിന്റെ സംരക്ഷണയിലാണ് ഇപ്പോൾ വിവാദ ഭൂമിയും കെട്ടിടവും. വിശദാംശങ്ങളുമായി സാരംഗ് സുധാകരൻ ചേരുന്നുണ്ട്. സാരംഗ്, എന്തായാലും CPMനെ സംബന്ധിച്ച് വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നൊരു സംഭവം കൂടിയാണിത്. ഈ CPM ഏരിയ സെക്രട്ടറി പറയുന്നത് ഈ സ്ഥലം ഉടമയുടെ ആവശ്യപ്രകാരമാണ് തങ്ങളവിടെ എത്തിയതെന്നാണ്. അങ്ങനെ നിയമവിരുദ്ധമായി അവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, ആ സ്ഥാപനം അവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, മറ്റ് സ്പിരിറ്റോ അദ്ദേഹം പറയുന്ന പോലെ സ്പിരിറ്റോ കോടയൊക്കെ ഉണ്ടെങ്കിൽ അത് CPM അല്ലല്ലോ ഇടപെടേണ്ടത്. ഇവിടെ പോലീസും സംവിധാനങ്ങളുമില്ലേ? എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്? ഇത് നമുക്ക് മനസ്സിലാകുന്നത് ഇത്തരത്തിലൊരു പരാതി, ഈ ഒരു തമിഴ്നാട് സ്വദേശിയുടെ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ, അതായത് CPMൽ നേരിട്ട് സംസ്ഥാന നേതൃത്വത്തിൽ പരാതിപ്പെടുകയും അത്തരത്തിലുള്ളൊരു പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രാദേശിക നേതൃത്വം ഇതിൽ ഇടപെടുകയും അത്തരത്തിൽ ഈ ഒരു ഉടമയുടെ സാന്നിധ്യത്തിൽ തന്നെ ഈ ഒരു സ്ഥലത്തേക്ക് എത്തുകയും തുടർന്ന് ആ സമയത്ത് ഈ ഭാഗത്ത് സ്പിരിറ്റും കോടയടക്കം കണ്ടെത്തുകയും അതിനെ തുടർന്നുണ്ടായ ഒരു സംഘർഷമാണെന്നാണ് CPM നൽകുന്നൊരു വിശദീകരണം. മാത്രമല്ല, ഈ ഒരു തമിഴ്നാട് സ്വദേശിയിൽ നിന്നും പാട്ടത്തിനെടുത്തൊരു സ്ഥലമാണ്. അത് പിന്നീട് ഇവർ തമ്മിലൊരു വസ്തു തർക്കം നിലനിൽക്കുന്നുണ്ട്. അത് കൊടുക്കണം എന്നുള്ള പരാതികൾ നിലനിൽക്കുന്നുണ്ടെന്നൊക്കെയാണ് CPM പറയുന്ന ഒരു ഭാഗം. മാത്രമല്ല, ഈ ഇതേ കെട്ടിടത്തിൽ തന്നെ എക്സൈസിന്റെ ഒരു ഓഫീസും പ്രവർത്തിക്കുന്നുണ്ട്. ഒരുപക്ഷേ ചിലപ്പോൾ ആ ഒരു ഓഫീസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വസ്തുക്കളായിരിക്കാം ഈ CPM പ്രവർത്തകർ കണ്ടതടക്കം. അത്തരത്തിലുള്ളൊരു വിശദീകരണം പോലീസിന്റെ ഭാഗത്ത് കൃത്യമായ ഒരു വിശദീകരണം വന്നിട്ടില്ല. കാരണം പ്രതി ചേർത്ത് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരെ വിളിപ്പിച്ച് ചോദ്യം ചെയ്യുകയോ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരികയോ ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി അവിടെ കാലങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു എക്സൈസ് ഓഫീസും അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഇതിലേക്ക് CPM ഈ ഒരു സ്ഥലം ഉടമയുടെ, അതായത് യഥാർത്ഥ അവകാശി എന്ന് CPM അവകാശപ്പെടുന്ന ഒരു വ്യക്തിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടേക്ക് എത്തുന്നതും തുടർന്ന് ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ നിലവിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് ഇത്തരത്തിലൊരു പരാതി സ്വീകരിച്ച് ഇത്തരത്തിൽ പ്രാദേശിക നേതാവിനെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് കേസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ ആരുടേതാണ് ശരിയായ വസ്തു, അത് പട്ടത്തിന് നൽകിയതാണോ, അത്തരത്തിലുള്ള രേഖകളും മറ്റും പോലീസിൽ സമർപ്പിച്ച ശേഷം മാത്രമേ ഇതിലൊരു കൃത്യത വരുള്ളൂ. മാത്രമല്ല, ഈ ഒരു വസ്തുതർക്കം നിലനിൽക്കുന്നൊരു ഈ ഒരു
വസ്തുവുമാണ്, അതിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലവുമല്ല. മഞ്ചൂരിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് തന്നെയാണ്. ഈ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ പല സാധനങ്ങളും അടിച്ചു തകർത്തു. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഉണ്ടായി എന്നാണ് ഈ ഒരു കമ്പനി പോലീസിന് നൽകിയ പരാതി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു 17ഓളം പേരെ പ്രതി ചേർത്ത് ഈ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ CPM പ്രവർത്തകരാണ് ഇത് അടിച്ചു തകർത്തത് എന്നാണ് ഈ ഒരു കമ്പനി നൽകുന്ന വിശദീകരണം. ഇത് രാവിലെ ഇവിടെ സംഘം ചേർന്നെത്തിയ ഇത്തരത്തിലുള്ള പ്രവർത്തകരെ അവിടെ നിന്നും ഈ ഒരു കമ്പനി ഉടമകൾ, ഈ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഉടമകൾ വന്നപ്പോൾ തിരിച്ച് പറഞ്ഞു വിടുകയും അതിനുശേഷം പിന്നീട് രണ്ടാമത് ഇവർ വൈകുന്നേരം വീണ്ടും സംഘടിച്ചെത്തി അടിച്ചു തകർക്കുകയായിരുന്നു എന്നൊക്കെയാണ് ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഉടമകൾ നൽകുന്നൊരു വിശദീകരണം. പക്ഷേ CPM വിശദീകരണം അത്തരത്തിലല്ല. ഇത്തരത്തിൽ ഉടമയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ നിന്നാണ്. ഇതിൽ കൃത്യമായൊരു പോലീസ് അന്വേഷണം ഉണ്ടായാൽ മാത്രമേ ഇതിലൊരു വ്യക്തത വരികയുള്ളൂ. നിലവിൽ ഒരു വസ്തുതർക്കം നിലനിൽക്കുന്നൊരു ഒരു സ്ഥാപനവും ആ കെട്ടിടവുമാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം. ടോം, തീർച്ചയായും. പക്ഷേ മറുവശത്ത് CPM ഈ സ്ഥാപനത്തിനെതിരെ, കമ്പനിക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അവർ പോലീസിൽ, CPM നേതൃത്വം ഈ കമ്പനി അധികൃതർക്കെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടോ? സ്വാഭാവികമായും ഒരു വശത്ത് ഭരിക്കുന്ന പാർട്ടിയാണ്. ഇനി ആ കമ്പനി അധികൃതരെ സംബന്ധിച്ച്, ഫാർമസ്യൂട്ടിക്കൽ കമ്പനി അധികൃതരെ സംബന്ധിച്ച് ഈ CPMനെതിരെയാണ് നിയമ പോരാട്ടം നടത്തേണ്ടത്. ഏതെങ്കിലും രീതിയിലുള്ള ഭീഷണിയോ മറ്റോ ഈ സ്ഥാപനത്തിനെതിരെ ഉണ്ടാകുന്നുണ്ടോ? നിലവിൽ അത്തരത്തിലൊരു ഭീഷണിയുടെ ഒരു രീതിയിലേക്ക് CPM കടന്നിട്ടില്ല. കാരണം ഇത്തരത്തിലൊരു പ്രാദേശിക നേതാവ്, അതായത് വളരെ പൗരപ്രമുഖനായിട്ടുള്ളൊരു നേതാവ് ഇതിൽ കേസിൽ പ്രതിയായതോടുകൂടി CPM കൂടുതൽ കരുതലോടെയാണ് ഇക്കാര്യം കൈകാര്യം ചെയ്യുന്നത്. നിലവിൽ CPMന്റെ ഭാഗത്തുനിന്ന് മറ്റേ വ്യക്തമായ ഒരു പ്രതികരണം ലഭിച്ചിട്ടില്ല. ഇതിൽ കേസ് നടപടികൾ മുന്നോട്ട് പോയി അതിനുശേഷം മാത്രമായിരിക്കും ഒരു പ്രതികരണം ഉണ്ടാവുക. മാത്രമല്ല ഇതൊരു സിവിൽ കേസായി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതിൽ എത്രത്തോളം പോലീസ്, അതായത് ഒരു വസ്തുതർക്കത്തിൽ പോലീസിന് എത്രത്തോളം ഇടപെടാൻ കഴിയുമെന്നുള്ളതൊക്കെ ചോദ്യമായി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു വസ്തുത വരണമെങ്കിൽ ഇതൊരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് ചെയ്തെങ്കിലും ഇതിൽ നിലനിൽക്കുന്ന മറ്റ് സിവിൽ കേസുകളും മറ്റും എത്തരത്തിലാണ്, ഇതിൻ്റെ ഒരു പിന്നാമ്പുറം എങ്ങനെയാണ്, എത്ര വർഷത്തേക്കാണ് പാട്ടത്തിന് നൽകിയത്, അതിൻ്റെ കാലാവധി കഴിഞ്ഞോ, അത്തരത്തിലുള്ള ഈ ഒരു യഥാർത്ഥ ഉടമ, ഈ കരമടച്ചു എന്ന് പറയുന്ന ഉടമയുടെ അടക്കം പരാതി, അതായത് അദ്ദേഹത്തിൻ്റെ കയ്യിലെ രേഖകളടക്കം പോലീസിൽ ഹാജരാക്കേണ്ടതുണ്ട്. ഇതിൻ്റെ ഒരു വ്യക്തമായൊരു ചിത്രം നിലവിൽ ഇനിയും നമുക്ക് പുറത്തേക്ക് വന്നിട്ടില്ല. പക്ഷേ രണ്ടുപേരും പറയുന്നത് വ്യക്തമായ കാര്യങ്ങളാണ്. അതായത് ഇതിൽ ഉടമയെ മുൻനിർത്തിക്കണം, ഉടമയോട് ചേർന്നുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മോട് CPM നേതാവ് പ്രതികരിച്ചതടക്കം. അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അത് ഉടമയാണ്, അദ്ദേഹം ഇത്തരത്തിൽ പാട്ടത്തിന് നൽകിയതാണെന്നടക്കം. പക്ഷേ ഈ ഒരു നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും, ഒരു മുതിർന്ന നേതാവിൻ്റെ ഭാഗത്തു നിന്നും ഒരു കൃത്യമായൊരു മറുപടി അല്ലെങ്കിൽ ഒരു പ്രതികരണം ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. നിലവിൽ പോലീസ് കേസുമായി മുന്നോട്ട് പോവുകയാണ്. അതിനോട് പൂർണ്ണമായി സഹകരിച്ച് മുന്നോട്ട് പോകാനാണ് CPM നേതൃത്വത്തിൻ്റെ തീരുമാനമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ടോം, യെസ്, വ്യക്തമാണ്. സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിയത്.